ഇസ്ലാം മതത്തിനു വേണ്ടി രക്തസാക്ഷിയാകാൻ കൊതിക്കുകയും ക്രിസ്ത്യാനികളെ വധിക്കാൻ പദ്ധതിയിടുകയും ചെയ്ത ഇറാഖി യുവാവ് യേശുക്രിസ്തുവിനെ നേരിൽ കണ്ട അനുഭവത്തിലൂടെ വിശ്വാസത്തിലേക്ക്. കരീം എന്ന യുവാവിൻ്റെ ജീവിതമാണ് അത്ഭുതകരമായ ദർശനത്തിലൂടെ പൂർണ്ണമായും മാറിമറിഞ്ഞത്. ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന കരീം ഇസ്ലാമിക നിയമങ്ങളും ഖുർആനും ആഴത്തിൽ പഠിച്ച വ്യക്തിയായിരുന്നു. അള്ളാഹുവിനു വേണ്ടി ജീവൻ നൽകി രക്തസാക്ഷിയാകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇറാഖിലെ യുദ്ധസമയത്ത് ക്രിസ്ത്യാനികളെ കൊല്ലുവാനും അതിലൂടെ മരണം വരിക്കുവാനും തനിക്ക് അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ സൈനിക നീക്കം അവസാന നിമിഷം റദ്ദാക്കപ്പെട്ടപ്പോൾ ദൈവം തന്നെ തിരസ്കരിച്ചുവെന്ന ചിന്ത കരീമിനെ കടുത്ത നിരാശയിലാഴ്ത്തി. പിന്നീട് ഇസ്ലാം മതപ്രചാരണത്തിലേക്ക് തിരിഞ്ഞ കരീം ക്രിസ്തുമതത്തെ എതിർക്കാനായി ബൈബിൾ പഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പഠനം മുന്നോട്ടു പോകുന്തോറും ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കാൻ ഉപയോഗിച്ചിരുന്ന വാദങ്ങൾ ദുർബലമാണെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. ഒരു ഘട്ടത്തിൽ നിരീശ്വരവാദിയായി മാറിയ അദ്ദേഹം സത്യം വെളിപ്പെടുത്തി തരാൻ ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് പിന്നാലെ കരീം ഒരു സ്വപ്നം കണ്ടു. മുൾച്ചെടികൾ നിറഞ്ഞ ഒരു നീണ്ട പാതയിലൂടെ ഭയന്നോടുന്ന തന്നെ ഒരാൾ രക്ഷിക്കുന്നു. അത് യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നെ അനുഗമിക്കുവാൻ സമയമായി എന്ന് യേശു അദ്ദേഹത്തോട് പറഞ്ഞു. ആദ്യം ഇത് വിശ്വസിക്കാതിരുന്ന കരീം ദൈവത്തെ വെല്ലുവിളിച്ചു. ദൈവമേ, ഇതേ സ്വപ്നം തന്നെ ഇതുപോലെ എനിക്ക് വീണ്ടും കാണിച്ചു തരികയാണെങ്കിൽ മാത്രം ഞാൻ വിശ്വസിക്കും. അത്ഭുതകരമെന്ന് പറയട്ടെ, തുടർച്ചയായി 3 രാത്രികളിൽ ഒരേ സ്വപ്നം വീണ്ടും ആവർത്തിച്ചു. 3-ാം തവണ യേശു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ അനുഗമിക്കാൻ സമയമായെന്ന്. ഈ അനുഭവം കരീമിൻ്റെ ജീവിതത്തെ നിത്യമായി മാറ്റിമറിച്ചു. വൈകാതെ മാമോദിസ സ്വീകരിച്ച അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായി. താൻ വെല്ലുവിളിച്ചിട്ട് പോലും ദൈവം തന്നെ സ്നേഹിക്കുന്നുവെന്നത് വിശ്വസിക്കാനാവുന്നില്ല എന്ന് കരീം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികളെ വധിക്കാൻ നടന്ന തനിക്ക് ഇന്ന് എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കാനുള്ള ഹൃദയം ലഭിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ അനേകം മുസ്ലിങ്ങൾ സമാനമായ രീതിയിൽ സ്വപ്നങ്ങളിലൂടെയും ദർശനത്തിലൂടെയും യേശുവിനെ കണ്ടെത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കരീമിൻ്റെ ഈ സാക്ഷ്യവും ലോകശ്രദ്ധ നേടുന്നത്.